Hi students, welcome to LMDing. ഇന്ന് നമ്മൾ ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ പാഠത്തിലെ പേജ് 26 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, the fourth term of an arithmetic sequence is 8. Find the sum of the pairs of the terms given below. അതായത് sum of the pairs ആണ് ചോദിച്ചിരിക്കുന്നത്. Find the sum of the pairs of terms given below. അതാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യത്തിൽ ഒന്ന്, അതായത് അതിൽ ABC എന്ന് പറഞ്ഞ് 3 ചോദ്യങ്ങളുണ്ട്. A, third and fifth term, second and sixth, first and seventh. അപ്പൊ ഇവിടെ നമുക്ക് മൊത്തത്തില് 7 ടേം വരെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. 7 ടേം, 1, 2, 3, 4, 5, 6, 7 ടേം. ഫോർത്ത് ടേം ഈസ് 8. അപ്പം താഴെ എഴുതാം ഫസ്റ്റ് സെക്കൻഡ് എന്ന്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്. These are terms. Fourth term is 8. 8 എന്ന് പറയുന്നു. Find third and fifth term sum. മൂന്നാമത്തെയും അഞ്ചാമത്തെയും പദങ്ങളുടെ സം ആണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് തേർഡ് ആൻഡ് ഫിഫ്ത്ത് ടേം. ഇപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചു. എന്താണ്? നമ്മളെടുത്ത ഈ ടേമിന്റെ മുന്നിലുള്ളതും പിന്നിലുള്ളതും ഈ ടേമിന്റെ ഇരട്ടിയായിരിക്കും. ഈ ടേം എത്രയാണോ ആ ടേമിന്റെ ഇരട്ടിയായിരിക്കും മുന്നിലുള്ളതും പിന്നിലുള്ളതും ടേമിന്റെ സം. നോക്കിക്കേ, ഇപ്പൊ ഇതല്ലാതെ ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. 3, 6, 9. 3, 9 കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 12 അല്ലേ? 12 എന്ന് പറയുന്ന 6ന്റെ ഇരട്ടിയല്ലേ? അതുപോലെ മൂന്നാമത്തെയും അഞ്ചാമത്തെയും പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 4, 3, 4, 5 4 എന്ന് പറയുന്നത് നടുക്കത്തെ പദമാണ്. അപ്പൊ ഈ നടുക്കത്തെ പദത്തിന്റെ ഇരട്ടിയായിരിക്കും. അപ്പം തേർഡ് ആൻഡ് ഫിഫ്ത്ത് ടേമിന്റെ സം എന്തായിരിക്കും? ട്വൈസ് ദ മിഡിൽ ടേം, 2 into 8. അപ്പം ഇവിടെ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് കുറയുന്നു, ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് കൂടുന്നു. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടി എന്താണ്? മിഡിൽ ടേമിന്റെ ഡബിൾ ആയിരിക്കും സം ഓഫ് ദ നമ്പർ. അതായത് in an arithmetic sequence, the sum of the term just before and just after a term. ഈ ടേമിന്റെ ജസ്റ്റ് ബിഫോർ, തൊട്ട് മുന്നിലുള്ളതും തൊട്ട് പിന്നിലുള്ളതും ഈ ടേമിന്റെ ട്വൈസ് ആയിരിക്കും. ഏതൊരു ടേം ആണോ നടുക്ക് വരുന്നത്, അതായത് നമ്മൾ എടുക്കുന്ന ടേം ഏതാണോ അതിന്റെ മുന്നിലുള്ളതും പിന്നിലുള്ളതിന്റെയും കൂടെ സം എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ടേമിന്റെ ട്വൈസ് ആയിരിക്കും. ഇവിടെ ഒരു പ്രോപ്പർട്ടി തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ആൻസർ നമുക്ക് എഴുതാം. തേർഡ് പ്ലസ് തേർഡ് ആൻഡ് ഫിഫ്ത്ത് ടേം സം ഈക്വൽസ് 2 into fourth term, twice the fourth term, equals 2 into 8 equals 16. 16 എന്ന് കിട്ടും. മൂന്നാമത്തേന്റെയും അഞ്ചാമത്തേന്റെയും സം എന്ന് പറയുന്നത് മൂന്നാമത്തെ ടേമിന്റെയും മൂന്നാമത്തെ പദത്തിന്റെയും അഞ്ചാമത്തെ പദത്തിന്റെയും തുക എന്ന് പറയുന്നത് നടുക്കുള്ള ഈ 4ാം പദം എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും. ട്വൈസ് ദ ടേം. ഏത് ടേം ആണോ നമ്മൾ മനസ്സിൽ കരുതിയത്? ഇപ്പൊ ഈ ടേം ആണെങ്കിൽ ഇതിന്റെ തൊട്ട് മുന്നിലുള്ളതും പിന്നിലുള്ളതും, ഇതാണെങ്കിലോ തൊട്ട് മുന്നിലുള്ളതും പിന്നിലുള്ളതും. അങ്ങനെ ഇതിന്റെ അകത്ത് 3, 6, 9 എന്നുള്ള സമാന്തര ശ്രേണിയില് 3, 9 കൂട്ടുമ്പോൾ 12. അത് 6ന്റെ ഇരട്ടിയായി. അതായത് നടുക്കത്തെ പദം എന്താണോ അതിന്റെ ഡബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഇത് എയുടെ ആൻസർ ആണ്. ഇനി ബി നോക്കിക്കാം. ബി, സെക്കൻഡ് ആൻഡ് സം ഓഫ് സെക്കൻഡ് ആൻഡ് സിക്സ്ത്
ടേം. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെയും ആറാമത്തെയും പദം, ഇതാണ് 2 ഉം 6. രണ്ടാമത്തെ പദം, ആറാമത്തെ പദം. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് 1, 2, 3, 4, 5 പദങ്ങളാണുള്ളത്. രണ്ടാമത്തെയും ആറാമത്തെയും പദം എന്ന് പറയുമ്പോൾ നമുക്ക് 5 പദങ്ങളാണുള്ളത്. അപ്പം ഈ 4 എന്ന് പറയുന്നത്, 4ാം സ്ഥാനം എന്ന് പറയുന്നത് 3ന്റെയും രണ്ടാം സ്ഥാനത്തിന്റെയും 6ാം സ്ഥാനത്തിന്റെയും ഇടയ്ക്കുള്ള പൊസിഷൻ അല്ലേ 4. അപ്പൊ നടുക്കുള്ള ടേം ആണ് ഇത്. എന്താണ്? മിഡിൽ സെക്കൻഡ് ആൻഡ് 6. സം ഓഫ് സെക്കൻഡ് ആൻഡ് 6th is twice the middle term. മിഡിൽ ടേം ആരാണോ? 4th ടേം. ആ ടേമിന്റെ വാല്യൂ എത്രയാണ്? 8. സോ 2 into 8. 2 into 8 equals 16. ഇനി അടുത്ത സി. സം ഓഫ് ഫസ്റ്റ് ആൻഡ് 7th. ഫസ്റ്റ് ആൻഡ് 7th ടേം. ഈക്വൽ, ഇവിടെ നോക്കിക്കേ, 1ാമത്തതും 7ാമത്തെ പദം. ഇവിടെ നോക്കിക്കേ, ഇത് നമുക്ക് തന്നിരിക്കുന്ന 4th ടേം മാത്രം. ഇവിടെ നിന്ന് 1, 2, 3 കോമൺ ഡിഫറൻസ് ഇവിടെ നിന്ന് കുറയുന്നു 3 times. ഇവിടെ 1, 2, 3 കോമൺ ഡിഫറൻസ് കൂടുന്നു. അപ്പോഴും കറക്റ്റ് നടുക്ക് വരുന്ന പദം ഏത് തന്നെയാണ്? 4ാമത്തെ പദം തന്നെയാണ് നടുക്ക് വരുന്നത്. അപ്പോഴവിടെ നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എന്താണ്? ജസ്റ്റ് എന്താണ്? ബിഫോർ 3 ടേം ഉണ്ട്, ജസ്റ്റ് ആഫ്റ്റർ 3 ടേം ഉണ്ട്. അപ്പൊ ട്വൈസ് ദ മിഡിൽ ടേം. അതിന്റെ ആൻസറും 2 into 8 equals 16 തന്നെയാണ്. ഓക്കെ, ഇതിന്റെ അകത്ത് വേറൊരു പ്രത്യേകത കൂടി നമ്മൾ കാണുന്നുണ്ട്. എന്താന്ന് പറയാമോ? ഓക്കെ, 3ഉം 5ഉം 8, 2ഉം 6ഉം 8. നോക്കാം, ഇതിൽ തന്നെ ചോദ്യത്തിൽ തന്നെ നോക്കാം. 3ഉം 5ഉം 8, 2ഉം 6ഉം 8, 1ഉം 7ഉം 8. ഇങ്ങനെ ഈ രണ്ടും എല്ലാത്തിലും കൂട്ടുമ്പോ 8 അല്ലേ വരുന്ന. ഇങ്ങനെ വരുന്ന എല്ലാ പദങ്ങളുടെയും സം എത്ര തന്നെയായിരിക്കും? 16 തന്നെയായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു പേരെടുക്കാൻ പറ്റുമോ നോക്കിക്കേ. വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ വേറൊരു ശ്രേണി എഴുതിയിട്ടുണ്ട്. 2, 4, 6, 8, 10, 12, 14 വരെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ 12ാമത്തെ സംഖ്യ, അതായത് ഈ സംഖ്യ എടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടു മുന്നിലുള്ള, ഈ ടേമിന്റെ തൊട്ടു മുന്നിലുള്ളത് 10, തൊട്ടു പിന്നിലുള്ള 14. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 24. 24 എന്ന് പറയുന്നത് ഈ മിഡിൽ ടേമിന്റെ ടോയ്സ്. 2 into 12, 24. ഇവിടെ ഇനി ഈ ടേമിന്റെ നമുക്ക് വേറൊരു ടേം എടുക്കാം. ഇതെടുക്കാം. ഇതിന്റെ തൊട്ടു മുന്നിൽ എനിക്ക് 2 കോമൺ ഡിഫറൻസ് എടുക്കുക, പിന്നിലോട്ടും മുന്നിലോട്ടും. നോക്കിക്കേ, അപ്പൊ 8 ആരാണ്? കറക്റ്റ് നടുക്ക് വരുന്ന ആള്. അപ്പം 9 + 4 ആണ്. 4 + 12 എത്ര? 16. 16 എന്ന് പറയുന്നത് twice 8 ഉണ്ടോ? അപ്പം നടുക്ക് വരുന്ന സംഖ്യ മിഡിൽ ടേം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? കോമൺ ഡിഫറൻസ് ഒരേ അകലത്തിലായിരിക്കും. പിന്നിലും മുന്നിലും ഒരേ അകലത്തിലുള്ള കോമൺ ഡിഫറൻസ് ആയിരിക്കണം. അപ്പൊ ഒരു കോമൺ ഡിഫറൻസ് മുന്നിലോട്ട് പിന്നിലോട്ട്, അല്ലെ 2 കോമൺ ഡിഫറൻസ് മുന്നിലോട്ട് പിന്നിലോട്ട്, അല്ലെ 3 കോമൺ ഡിഫറൻസ് മുന്നിലോട്ട് പിന്നിലോട്ട്. ഓക്കെ, ഇപ്പൊ എത്ര? 1, 2, 3. ഇവിടെ 1, 2, 3. നോക്കിക്കേ, ഇനി 2 + 14 എത്ര? 16. Twice the middle term. 2 into 8, 16. നോക്കിക്കേ, കിട്ടിയില്ലേ? അപ്പം എങ്ങനെയാണ് നമ്മൾ, ഈ ചോദ്യം വേറെയാണ്, ഇത് നമ്മൾ 12 ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും ടേമില് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മിഡിൽ ടേം, ഏതിന്റെയും മിഡിൽ ടേം എന്ന് പറയും, മിഡിൽ ടേമിന്റെ ഡബിൾ ആയിരിക്കും തൊട്ടു മുന്നിലുള്ള പദത്തിന്റെയും അത്രയും അകലം. എത്ര അകലമാണ്? അപ്പൊ ഒരു കോമൺ ഡിഫറൻസ് അകലത്തിലാണെങ്കിൽ അതെ, പിന്നെ അല്ലെ 2 കോമൺ ഡിഫറൻസ് അകലത്തിലും മുന്നിലും പിന്നിലും ഒരേ അകലം തന്നെ ആയിരിക്കണം. 3 കോമൺ ഡിഫറൻസ് അകലമാണെങ്കിൽ മുന്നിലും 3 പിന്നിലും 3, എന്നാലേ നമുക്ക്
മിഡിൽ ടേം എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ മിഡിൽ ടേമിന്റെ ടോയ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ എക്സസൈസ് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മുകളിൽ നമ്മൾ ചെയ്ത ചോദ്യങ്ങള് ഈ പ്രോപ്പർട്ടി അനുസരിച്ചാണ് നമ്മൾ ചെയ്തത്. In an arithmetic sequence, the sum of the terms just before and just after a term is twice this term. Twice the middle term. ശരിക്കും പറഞ്ഞാൽ മിഡിൽ ടേം ആണ്. മിഡിൽ ടേം വേണമെങ്കിൽ പദങ്ങളുടെ എണ്ണം ഒറ്റയായിരിക്കണം. ഇപ്പൊ 5 പദം 3 പദം ഒക്കെ ആണെങ്കിൽ 7 പദം, ഇതിനെല്ലാം മിഡിൽ ടേം ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ സം ഓഫ് തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേംസ്? മൂന്നാമത്തെയും നാലാമത്തെയും. അപ്പൊ നമുക്ക് 2, 3, 4, 5, 6, 7. 7 എന്താണ് നാലാമത്തെ പദമല്ലേ നമുക്ക് എന്ത് കിട്ടിയത്? 8 1, 2, 3, 4, 5. അപ്പം തേർഡ് പ്ലസ് ഫോർത്ത് പ്ലസ് ഫിഫ്ത്ത്, ഇത്രയും ടേമിന്റെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പൊ 3 പദങ്ങളുണ്ട്. ഈ 3 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ ടേംസ് ഈസ് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ മിഡിൽ ടേം 3, 4, 5. അപ്പൊ മിഡിൽ ടേം ആരാ? ഫോർത്ത് ടേം ആണ് അല്ലെ? ഫോർത്ത് ടേമിന്റെ വാല്യൂ എത്രയാണ്? 8. 8 ഇൻറ്റു എത്ര ടേംസ് ഉണ്ട്? 3. 8 ഇൻറ്റു 3 ഈസ് 24. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം ഈക്വൽസ് മിഡിൽ ടേം. വി ഹാവ് 3 ടേം. നമുക്ക് 3 ടേം ഉണ്ട്. ഈ 3 ടേം എന്ന് മിഡിൽ ടേം ആരാണ്? 3, 4, 5. അതില് ഇതെല്ലാം അടുത്തടുത്ത പദങ്ങളാണ്. കോൺസിക്യൂട്ടീവ് ടേംസ് ആയിരിക്കണം. The sum of a odd number of consecutive terms of an arithmetic sequence is the product of middle term and number of terms. നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. എന്താണ് പ്രോപ്പർട്ടി? The sum of an odd number. ഇപ്പൊ ഓഡ് നമ്പർ അല്ലേ? 3 ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ arithmetic sequence. Arithmetic sequence is product of middle term and number of terms. Middle term and number of terms. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി അനുസരിച്ചാണ് നമ്മൾ ഈ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ്. ചുരുക്കത്തിൽ എന്താണ്? ഒറ്റ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണോ? അതായത് 3, 5, 7. അങ്ങനെയാണെങ്കിൽ നടുക്കത്തെ പദം എത്രയാണോ ആ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുക. ഇത്രയേ ഉള്ളു കാര്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ സം ഓഫ് 5 ടേംസ് ഫ്രം ദ സെക്കൻഡ് ടു സിക്സ്ത്? അപ്പൊ നമുക്കിവിടെ അറിയാവുന്ന എന്താണ്? ഫോർത്ത് ടേം ഈക്വൽസ് 8. നമുക്ക് 7 പദങ്ങളാണുള്ളത്. 2, 3, 4, 5, 6, 7. അപ്പം 1, 2, 3, 4, 5, 6, 7 പദങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 4ാം പദം 8. 4ാമത്തെ പദത്തില് 8. പിന്നെ 2ാം പദം മുതൽ 6ാം പദം വരെയുള്ള 5 പദങ്ങളുടെ തുക കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3, 4, 5. 5 പദങ്ങൾ. ഇതിൽ നോക്കിക്കേ, ഈ നടുക്കത്തെ ഈ പദം നടുക്ക് തന്നെയാണോ കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിയേ, 1, 2 കോമൺ ഡിഫറൻസ് പിന്നിലോട്ടും 2 കോമൺ ഡിഫറൻസ് മുന്നിലോട്ടും. അതായത് ഇവിടെ 2 കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നു,
ഇവിടെ 2 കോമൺ ഡിഫറൻസ് കൂട്ടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി അല്ലേ, എന്താണ്? സം ഓഫ് 5 ടേംസ് ഈക്വൽസ് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ആരാണ്? ഈ 4th ടേം ഇസ് ദ മിഡിൽ ടേം. 4ാം പദം ആണ് നടുക്കത്തെ പദം എന്ന് പറയുന്നത്. അതിന്റെ വില എന്ന് പറയുന്നത് 8. 8 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 5. 8 5 40. ഇതിന്റെ ആൻസർ 40 എന്നാണ്. 5 തൊട്ട് 2 തൊട്ട് 6 വരെയുള്ള 5 പദങ്ങളുടെ തുക 40. ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം. ഇതിന്റെ അകത്ത് 4ാമത്തെ ചോദ്യം, what is the sum of 7 terms from the 1st to 7th? Sum of, ഇതെല്ലാം ചോദിച്ചിരിക്കുന്ന ഒറ്റ സംഖ്യകളാണ്. 5 7 നേരത്തെ 3 ആയിരുന്നു. 7 terms. ഇവിടെയും ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം. എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇവിടെ 7ാമത്തെ സമ്മ 7 പദങ്ങളാണ്. അപ്പൊ 1 മുതൽ 7 വരെ. ഇവിടെ നടുക്ക് ആര് തന്നെയാണ്? 8 തന്നെയാണ്. നോക്കിക്കേ, 1 2 3 കോമൺ ഡിഫറൻസ് മുന്നിലോട്ട് കുറയുന്നു, 3 കോമൺ ഡിഫറൻസ് പിന്നിലോട്ട് കൂട്ടുന്നു. അപ്പൊ ഇവിടെ മിഡിൽ ടേം ആര് തന്നെയാണ്? 8. 4th ടേം ഇസ് ദ മിഡിൽ ടേം. അത് കണ്ടുപിടിക്കാൻ 7 1 8. 8ന്റെ പകുതി 4. 2 6 8. 8ന്റെ പകുതി എന്താണ്? 4. അപ്പം 8 ഇൻറ്റു 7 എത്രയാ? 56 എന്ന് കിട്ടും. പിന്നെ ആദ്യത്തേല് എന്താണ്? സം ഓഫ് 3rd 4th. 2ാമത്തെ ചോദ്യത്തില് സം ഓഫ് 3rd 4th ആൻഡ് 5th. അത് ഇതുപോലെ ചെയ്യാം. 4th ടേം ഇൻറ്റു മിഡിൽ ടേം, 4th ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. മിഡിൽ ടേം എന്ന് പറയുന്നത് എത്ര? 8 ആണ്. 8 ഇൻറ്റു 3 24 എന്ന് കിട്ടും. അല്ല, നമുക്ക് 3rd 4th 5th എങ്ങനെ കിട്ടും? മിഡിൽ ടേം ഇൻറ്റു രണ്ടാമത്തെ ചോദ്യം, the common difference of an arithmetic sequence is 2 and the sum of 9th 10th and 11th terms is 90. Calculate the first 3 terms of this sequence. അതായത് ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ശ്രേണിയുടെ പൊതുവ്യത്യാസം 2 കൂടാതെ 9 10 11 ഈ 3 പദങ്ങളുടെയും കൂടി തുക 90 ആയാൽ ആദ്യത്തെ 3 പദങ്ങൾ ഏവ. ഏതൊക്കെയാണ് ആദ്യത്തെ 3 പദങ്ങൾ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കോമൺ ഡിഫറൻസ് വന്നിട്ടുണ്ട്. എത്ര? കോമൺ ഡിഫറൻസ് ഈസ് 2. 9th പ്ലസ് 10th പ്ലസ് 11th ടേംസ് ഈക്വൽസ് 90. ഈ 3 പദങ്ങളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 90 കിട്ടും. അപ്പൊ മിഡിൽ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? സം ബൈ നമ്പർ. 10th ടേം ഈസ് ദ മിഡിൽ ടേം. അതാണ് മിഡിൽ ടേമിന് എൻഡിയും എഴുതി. 90 ബൈ സം ബൈ നമ്പർ. നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. 3 പദങ്ങളാണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടും? 30 എന്ന് കിട്ടും. 10th ടേം 10ാം പദം 30. അപ്പൊ നമുക്ക് 1ാം പദം ആദ്യം കണ്ടുപിടിക്കണം. 10th ടേം ടു ഫസ്റ്റ് ടേം. 10ാം പദത്തിൽ നിന്ന് നമ്മൾ 1ാം പദത്തിലേക്ക് ബാക്കിലോട്ട് വരികയാണ്. 10ന്ന് 1ലോട്ട് വരികയാണ്. അപ്പൊ നമുക്ക് 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. 9 we have to subtract 9 times common difference from the 10th term. 10th term equals 30. 30 മൈനസ്, അതായത് 10ന്ന് 1 പോയാൽ 10 minus 1 equals 9 or 10 minus 9 equals 1. 10ന്ന് 9 കോമൺ ഡിഫറൻസ് കുറച്ചാൽ ഫസ്റ്റ് ടേം കിട്ടും. 9 times d ആണ് കോമൺ ഡിഫറൻസ് ഈക്വൽസ് 30 minus 9 into d എത്ര? 2. 30 minus 18 equals
12. നമുക്ക് 12 ആൻസർ കിട്ടി. ഇനി എഴുതിക്കൂടെ? ആദ്യത്തെ പദം 12 ആണെങ്കിൽ പിന്നെ കോമൺ ഡിഫറൻസ് 2, 14, 16. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ആദ്യത്തെ 3 പദങ്ങൾ ഏതൊക്കെയാണ്? 12, 14, 16. ഓക്കെ. അപ്പം ഈ എക്സസൈസ് കഴിഞ്ഞിരിക്കുന്നു. എക്സസൈസിൽ എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഞങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.